പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ ആത്മനമസ്തേ. ഇന്ന് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ധാരാളമായി കേൾക്കുന്ന വാക്കുകളാണ് നെഗറ്റീവ് എനർജി, അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് നെഗറ്റീവ് എനർജി എന്നുള്ളത്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ മോശമായി സംഭവിച്ചു, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായി, സ്ട്രെസ് ഉണ്ടായി, ആ സമയത്തൊക്കെ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് എനിക്ക് ഭയങ്കരമായ നെഗറ്റീവ് എനർജി ആയിരുന്നു അവിടെ ചെന്നപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ നെഗറ്റീവ് എനർജി തോന്നി, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായ നെഗറ്റീവ് എനർജി ആണ് എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ എന്താണ് ഈ നെഗറ്റീവ് എനർജി? ഇതിനെപ്പറ്റി നമുക്ക് വളരെ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ പറയുന്ന ഈ നെഗറ്റീവ് എനർജി എന്നത് എവിടെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് ആ നെഗറ്റീവ് എനർജി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ സയൻസിലേക്ക് നോക്കുകയാണെങ്കിൽ, മെറ്റാഫിസിക്സിലാണെങ്കിലും ക്വാണ്ടം സയൻസിലാണെങ്കിലും നമ്മൾ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ഒരു എനർജിയെ പറ്റി എവിടെയും പ്രതിപാദിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് നെഗറ്റീവ് എനർജി എന്നുള്ള ഒരു എനർജി സത്യത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് എനർജി എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് ആകാനായിട്ട് സാധിക്കില്ല. നെഗറ്റീവായിട്ടുള്ള ചാർജിന് നെഗറ്റീവോ പോസിറ്റീവോ ആകാം, പക്ഷേ എനർജിക്ക് ഒരിക്കലും നെഗറ്റീവായിട്ട് മാറാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം എനർജിയുടെ കൂടുതലും കുറവും നമുക്കറിയാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എനർജി കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് എന്നൊക്കെ നമുക്ക് പ്രതിപാദിക്കാനായിട്ട് സാധിക്കും. മറിച്ച് ഒരു നെഗറ്റീവ് എനർജി ഫീൽഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി നമുക്ക് എവിടെയും നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ എന്താണ് നമ്മൾ ഈ പറയുന്ന നെഗറ്റീവ് എനർജി? നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നമുക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദുഃഖം കൊണ്ടിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ സങ്കടപ്പെടുത്തുന്ന, കഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളെയാണ് നമ്മളൊരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം സാത്താൻ, അല്ലെങ്കിൽ പിശാച്, അല്ലെങ്കിൽ ചെറുത്താൻ, അങ്ങനെയൊക്കെയുള്ള ഈവിൾ സ്പിരിറ്റ്സിനെ പറ്റി പറയുന്ന സമയത്തും നമ്മൾ നെഗറ്റീവ് എനർജി ആയിട്ടാണ് അതിനെ പ്രതിപാദിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ചെറുത്താൻ അല്ലെങ്കിൽ പ്രേതം എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു വാക്കുകളൊന്നും ഉപയോഗിക്കാൻ നമുക്ക് ഒരു മടിയുള്ളതുകൊണ്ട് അതിനെ നമ്മൾ കുറച്ചുകൂടി ആധുനികവൽക്കരിച്ച് പറയുന്ന ഒരു വാക്കാണ് നെഗറ്റീവ് എനർജി എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നപ്പോൾ എനിക്ക് ഭയങ്കരമായ നെഗറ്റീവ് എനർജിയുടെ ഒരു ഫീലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ന വ്യക്തിയുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ ഭയങ്കര നെഗറ്റീവ് എനർജിയുടെ ആളാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും ഭയങ്കര നെഗറ്റീവ് എനർജിയാണ്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഭയങ്കര നെഗറ്റീവ് എനർജിയാണ് എന്നുള്ളത്. അപ്പോൾ എന്താണ് നെഗറ്റീവായിട്ട് നമുക്ക് നമ്മുടെ ചുറ്റും നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സത്യത്തിൽ ഈ ഒരു കാര്യത്തെപ്പറ്റി ആരും തന്നെ സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതായത് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴും ഇങ്ങനെയൊരു സബ്ജക്റ്റിനെ പറ്റി, നെഗറ്റീവ് എനർജി എന്നുള്ള കാര്യത്തെ പറ്റിയാണ് എല്ലാവരും പറഞ്ഞു പോകുന്നത്. മറിച്ച് ഈ ഒരു കാര്യത്തെപ്പറ്റി അടിസ്ഥാനപരമായിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി ആരും തന്നെ പ്രതിപാദിച്ച് കാണുന്നില്ല. അപ്പോൾ എന്താണ് ഈ നെഗറ്റീവ് എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റിനും ഓരോ നിമിഷങ്ങളിലും ഡിഫറൻ്റ് ആയിട്ടുള്ള എനർജി ഫീൽഡുകൾ, വേവ് ഫീൽഡുകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ ഫീൽഡുകളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഫീൽഡുകളെയാണ് സത്യത്തിൽ നമ്മൾ നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ ഒക്കെ വിളിക്കുന്നത്. എനർജി ഒന്ന് തന്നെയാണ്, പക്ഷേ ഈ ഫീൽഡാണ് ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ ചുറ്റിനും നമ്മുടെ ചിന്തകളിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയും നമ്മുടെ വാക്കുകളിലൂടെയും, അത് നമ്മൾ മാത്രമല്ല, നമ്മുടെ ചുറ്റിനും ഉള്ള ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിനുമുള്ള വസ്തുക്കൾ, അതുപോലെ നമ്മുടെ ചുറ്റിനും നടക്കുന്ന ഇവൻറ്റുകൾ, അതുപോലെ നമ്മൾ ആയിരിക്കുന്ന സ്ഥലം, ഇതിനെല്ലാം അനുസരിച്ചുള്ള നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള ഇംപ്രഷൻസ് അടങ്ങിയ ഫീൽഡുകൾ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകപ്പെടുന്ന ആ ഒരു ഫീൽഡിനെയാണ് നമ്മൾ നെഗറ്റീവ് ഫീൽഡ് അല്ലെങ്കിൽ പോസിറ്റീവ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചുറ്റിനും ഉണ്ടാകുന്ന ഫീൽഡ്, അല്ലെങ്കിൽ നമ്മൾ വഴിയോ, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സ്ഥലം വഴിയോ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനും ആയിരിക്കുന്ന വസ്തുക്കൾ വഴിയോ ഒക്കെ നമ്മുടെ ചുറ്റിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫീൽഡ് നെഗറ്റീവായിട്ടുള്ള ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ, ആ നെഗറ്റീവായിട്ടുള്ള ഫീൽഡിൻ്റെ വൈബ്രേഷൻ നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു വേവ് ലെങ്തുമായിട്ട് കൂടിച്ചേരുകയും അങ്ങനെ നമ്മളുടെ ഉള്ളിൽ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമേജും ഇമോഷനും സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം. അതാണ് അതിൻ്റെ സയൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ചുറ്റിനും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫീൽഡുകൾ, ഈ ഒരു എനർജി ഫീൽഡുകൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഫീൽഡുകൾ സൃഷ്ടിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ വഴിയോ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ചിന്തകൾ വഴിയോ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന പ്രവൃത്തികൾ വഴിയോ, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടാകുന്ന ആ ഒരു ഫീൽഡുകളോ ഒക്കെ പോസിറ്റീവായിട്ടുള്ള ഫീൽഡാക്കി നിലനിർത്താനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ചിന്തയാണെങ്കിലും വാക്കുകളാണെങ്കിലും അതിനെല്ലാം സൂക്ഷ്മതലത്തിൽ അതെല്ലാം എനർജിയായിട്ട് തന്നെ, അല്ലെങ്കിൽ ഈ വേവ്സ് ആയിട്ട് തന്നെ ഈ പ്രപഞ്ചത്തിലേക്ക് അലയടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അലയടിക്കുന്ന ആ ഒരു വേവ്സാണ് ഇവിടെ ഫീൽഡായിട്ട് പരിണമിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും
പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുക, നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ ഇടപഴകുക, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിനുമുള്ള തിങ്സ്, അതായത് നമ്മൾ പറയാറുണ്ട് നമ്മളിപ്പം ധാരാളം പണം വരാനായിട്ട് ചില പ്രത്യേകമായിട്ടുള്ള പിന്നെ പ്രതിമകളൊക്കെ കൊണ്ട് വെക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില തിങ്സ് നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വാസ്തു അനുസരിച്ച് നമ്മുടെ വീടിനെ നമ്മൾ മാറ്റിയെടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളിലുള്ള കാര്യമെന്ന് പറയുന്നത് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഫീൽഡിനെ നമ്മുടെ ചുറ്റിനും സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ വാസ്തു അനുസരിച്ച് വീടിൻ്റെ ഒരു ഭാഗം നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഫീൽഡിനെ നമ്മൾ ആ വസ്തുവിലൂടെ അല്ലെങ്കിൽ സാഹചര്യത്തിലൂടെ ഉണ്ടായിട്ടുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഫീൽഡിനെ നമ്മുടെ ചുറ്റിനും സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ എത്ര പോസിറ്റീവായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയാണ് പ്രസരണം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചുറ്റിനും ആ നെഗറ്റീവായിട്ടുള്ള ഫീൽഡിനെ ആയിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിനുമുള്ള മരങ്ങൾ, അതുപോലെ തന്നെ മൃഗങ്ങൾ, നമ്മുടെ പെറ്റ്സ്, ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഫീൽഡിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം ക്രമീകരിക്കപ്പെടാനായിട്ട്. അതായത് നമ്മളുടെ ചിന്തകളും പ്രവൃത്തികളും എത്രമാത്രം പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുവോ അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള ഫീൽഡുകളെ നമ്മുടെ ചുറ്റിനും സൃഷ്ടിക്കപ്പെടുകയും ആ ഫീൽഡുകളിൽ നിന്നുള്ള ഊർജ്ജം നമ്മളിലേക്ക് പ്രസരണം ചെയ്യപ്പെടുകയും അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളിലൂടെയും നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ പ്രവർത്തികളിലൂടെയും നമ്മൾ പ്രസരണം ചെയ്യുന്ന ആ ഒരു ഫീൽഡുകൾ, ആ ഒരു വേവ് ലെന്തുകൾ പോസിറ്റീവായിട്ടുള്ള ഫീൽഡുകളെ സൃഷ്ടിക്കത്തക്ക രീതിയിൽ ഉള്ളതായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തെ നമ്മളാണ് തീരുമാനിക്കുന്നത്. അതായത് നമ്മുടെ വിധിയെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതായത് നമ്മളിപ്പം കർമ്മങ്ങളെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് സഞ്ചിത കർമ്മങ്ങളെ പറ്റിയും പ്രാരാബ്ധ കർമ്മങ്ങളെ പറ്റിയും അഗാമി കർമ്മങ്ങളെ അല്ലെങ്കിൽ ക്രിയാവാന കർമ്മങ്ങളെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് നമ്മളാണ് നമ്മളുടെ വിധിയെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഫീൽഡുകളെ സൃഷ്ടിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന നമ്മുടെ വിധി എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള വിധി തന്നെയായിരിക്കും. അതായത് നമുക്കറിയാം ഇപ്പോൾ എപ്പോഴും അസുഖങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ പോയിരുന്നു കഴിഞ്ഞാൽ അവരെപ്പോഴും ഈ അസുഖങ്ങളെപ്പറ്റി അല്ലെങ്കിൽ പല രീതിയിലുള്ള അസുഖങ്ങളെപ്പറ്റി ആയിരിക്കും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ അസുഖം എന്ന് പറയുന്ന ആ നെഗറ്റീവായിട്ടുള്ള ആ ഒരു ഫീൽഡിനെ അവരവിടെ അറിയാതെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അവർ പറയുന്നത് എനിക്ക് അസുഖമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കട്ടെ എന്നൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. പക്ഷേ അസുഖമെന്ന് പറയുന്ന ആ ഒരു ഫീൽഡിനെ നമ്മളവിടെ സൃഷ്ടിക്കുന്നതിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു വൈബ്രേഷൻ, ആ ഒരു ഫീൽഡിൻ്റെ വൈബ്രേഷൻ കടന്നു വരികയും നമ്മുടെ ഉപബോധ മനസ്സ് അതിനെ ഏറ്റെടുക്കുന്നത് ആ അസുഖം എന്നുള്ള ആ ഒരു സബ്ജക്റ്റിനെയായിരിക്കും ഏറ്റെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അറിയാതെ നമ്മുടെ ചുറ്റും സൃഷ്ടിക്കപ്പെടുന്ന ഇത്തരം ഫീൽഡുകളെയാണ് നമ്മൾ നെഗറ്റീവ് എനർജി ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല, മറിച്ച് അവിടെ ആകെ ഉള്ളതെന്ന് പറയുന്നത് ഈ എനർജി ഫീൽഡുകളാണ്, അല്ലെങ്കിൽ വേവ് ഫീൽഡുകളാണ്, അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ടുള്ള ഫീൽഡുകളാണ്. ഇപ്പോൾ നമുക്കറിയാം കോൺഷ്യസ് ആയിട്ടുള്ള ഫീൽഡുകളും നമുക്ക് ചുറ്റുമുണ്ട്. അതായത് പോസിറ്റീവായിട്ടുള്ള ഫീൽഡുകളും നെഗറ്റീവായിട്ടുള്ള ഫീൽഡുകളും കോൺഷ്യസ് ആയിട്ടുള്ള ഫീൽഡുകളും ഉണ്ട്. കോൺഷ്യസ് ആയിട്ടുള്ള ഫീൽഡുകൾ എന്ന് പറഞ്ഞാൽ അതാണ് ആത്മീയതയുടെ ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് ആത്മീയതയിലേക്കൊക്കെ നമ്മളെ കടത്തിക്കൊണ്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് കോൺഷ്യസ് ആയിട്ടുള്ള ഫീൽഡാണ്. അതായത് പ്രാപഞ്ചികമായ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിൻ്റെ ആ ഒരു ഫീൽഡ് നമുക്ക് ചുറ്റിനുമുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡിൻ്റെ പ്രസൻസ് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആത്മീയതയിലേക്ക് നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് വാസ്തവം. അതായത് നമ്മൾ ചില ആത്മീയമായ ഉന്നത തലങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ചുറ്റിനും എപ്പോഴും ആ ഒരു കോസ്മിക് ആയിട്ടുള്ള ആ ഒരു കോസ്മിക് ഫീൽഡായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ നമ്മളിലേക്കും ആ ഒരു ആത്മീയമായ അനുഭവങ്ങൾ, ആത്മീയമായ ഉന്നതി നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വാക്കുകളിലൂടെയും നമ്മുടെ പ്രവർത്തികളിലൂടെയും നമ്മുടെ ചിന്തകളിലൂടെയും ഒന്നും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും പുറത്തേക്ക് പ്രസരണം ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ അവെയർ ചെയ്യാം. അതായത് നമ്മൾ കൂടുതൽ അവെയർനെസ്സിലേക്ക് നമ്മളുടെ ബോധത്തെ നമ്മൾ എത്തിക്കാം. അങ്ങനെ അവെയർനെസ്സിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഈ പറഞ്ഞ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളുമൊക്കെ പോസിറ്റീവായിട്ടുള്ളതാണോ അതോ നെഗറ്റീവായിട്ടുള്ളതാണോ എന്ന് നമ്മൾ ആദ്യം അവെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ അതിനെ തിരുത്തുവാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ ആ നമുക്ക് ചുറ്റിനുമുള്ള ഫീൽഡിനെ നമുക്ക് പരിപൂർണമായി പോസിറ്റീവാക്കി എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ബന്ധപ്പെടുന്ന ആളുകൾ, അവർ നമ്മുടെ ബന്ധുക്കളാവാം, നമ്മുടെ കൂട്ടുകാരാകാം, അവരെയൊക്കെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുക. അവർ നെഗറ്റീവായിട്ടുള്ള ആശയങ്ങളുമായിട്ട് നടക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ എപ്പോഴും അവരുടെ ചുറ്റിനും ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഫീൽഡിനെ ആയിരിക്കും സൃഷ്ടിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അവരുമായി ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് ചുറ്റിനും ആ ഒരു ഫീൽഡ് സൃഷ്ടിക്കപ്പെടുകയും നമ്മളെയും ആ നെഗറ്റീവായിട്ടുള്ള ഫീൽഡ് അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് വാസ്തവം.
അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് മാറി നടക്കുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ചുറ്റിനുമുള്ള മരങ്ങൾ, വൃക്ഷങ്ങൾ, സസ്യങ്ങൾ, അതിനെയൊക്കെ നമ്മളൊന്ന് അവെയർ ചെയ്യുക. അതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഫീൽഡുകളെയാണ് സൃഷ്ടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അനുഗുണമാണ്. ഇപ്പം നമുക്കറിയാം, ഒരു കൊലപാതകം നടന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന സമയത്ത് അവിടെ നമുക്ക് വളരെ ഒരു മാനസികമായിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് ഫീൽഡാണ്. അപ്പോൾ ആ ഫീൽഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഓറയിലേക്ക് ആ ഒരു നെഗറ്റീവ് ഫീൽഡിൻ്റെ വൈബ്രേഷൻ ഉണ്ടാവുകയും നമുക്ക് നമ്മുടെ ഉള്ളിൽ വളരെ ഒരു ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമ്മുടെ ജീവിതത്തെ പോസിറ്റീവായിട്ട് നിലനിർത്തണമെങ്കിൽ നമ്മുടെ ചുറ്റിനും ഇതുപോലെ പോസിറ്റീവായിട്ടുള്ള ഫീൽഡുകളെ മനഃപൂർവ്വം സൃഷ്ടിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. കാരണം മറ്റൊരാൾക്കും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കില്ല, മറിച്ച് നമുക്ക് മാത്രമാണ് അതിന് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ചിന്തകളെയും നമ്മുടെ വാക്കുകളെയും നമ്മുടെ പ്രവൃത്തികളെയും ഒക്കെ നിരീക്ഷിക്കുക. അതിനുശേഷം നമുക്ക് ചുറ്റിനുമുള്ള കാര്യങ്ങളെ നമ്മൾ നിരീക്ഷിക്കുക. അതിനുശേഷം നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളെ നമ്മൾ നിരീക്ഷിക്കുക. അതിനുശേഷം നമ്മുടെ ചുറ്റുപാടുകളെല്ലാം ഈ രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഫീൽഡിന് എപ്പോഴും ആയിരിക്കുവാനായിട്ടും, ഇനി അഥവാ ഒരു നെഗറ്റീവായിട്ടുള്ള ഫീൽഡിൻ്റെ വൈബ്രേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറിപ്പോയി ആ ഒരു ഫീൽഡിനെ ഒരു ശ്വാസത്തെ ഒരു ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് ആ ഒരു ഫീൽഡിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ടും അങ്ങനെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ടും നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജി അല്ല, മറിച്ച് നമ്മുടെ ചുറ്റിലും നാം അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ എനർജി ഫീൽഡുകളാണ് എന്നുള്ള കാര്യം അത്യന്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവരാനായിട്ട് നെഗറ്റീവായിട്ടുള്ള ആ ഫീൽഡുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഫീൽഡുകളെ നമ്മുടെ ചുറ്റിനെ സൃഷ്ടിക്കുവാനായിട്ടും അതിലൂടെ സന്തോഷവും സമാധാനവുമുള്ള വ്യക്തികളായിട്ട് മാറുന്നതിനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം യാഷ. Yasha Living, synchronizing the art, tactics and spirituality.